Hello my dear friends, welcome to Cypro. നമുക്ക് അസിസ്റ്റന്റ് സയൻറ്റിസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻസ് നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എങ്ങനെയാണ് അല്ലേ അസിസ്റ്റന്റ് സയൻറ്റിസ്റ്റിന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏതൊക്കെ ഏരിയയിൽ നിന്നായിരിക്കും വരാൻ പോകുന്നത്, എത്രമാത്രം ഡീപ്പായിട്ട് നമ്മൾ പഠിക്കേണ്ടി വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അതായത് നമ്മൾ എത്രത്തോളം റിവൈസ് ചെയ്യണം, എങ്ങനെയൊക്കെ നമ്മൾ റീകോൾ ചെയ്യണം, എങ്ങനെയൊക്കെ നമ്മൾ പഠിക്കണം, ഇങ്ങനെ പഠിച്ചാൽ മതിയോ, കുറേയും കൂടി നമ്മൾ പഠിക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. കാരണം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഇത് ഞാൻ പഠിച്ചായിരുന്നോ, അല്ലെങ്കിൽ ഇതെനിക്ക് ഓർമ്മ വരുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളെ തന്നെ അസസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. പിന്നെ നമ്മുടെ PSC ഓരോ വർഷവും ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ കൂട്ടി വരുന്നുണ്ട്. ഇപ്പോൾ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി ശ്രദ്ധിച്ചോളണം. ഓക്കെ, എപ്പോഴും നമ്മൾ കുറച്ചധികം പഠിക്കണം. നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ അതിലേക്ക് എത്തണം. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും എന്താ പറ്റുന്നത്, നമ്മൾ ജസ്റ്റ് ഒന്ന് റിവിഷൻ തീർക്കുക, നമ്മുടെ സിലബസ് തീർക്കുക, റിവിഷൻ ചെയ്യുക, അത് മാത്രമായിപ്പോവും. നമ്മൾ അത് മാത്രമല്ല, നമുക്ക് ഓർമ്മ കിട്ടിയാൽ മാത്രം പോരാ എക്സാമിന്, ഇങ്ങനത്തെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ ആൻസർ എഴുതാനുള്ള ഒരു കപ്പാസിറ്റിയും കൂടി നമ്മുടെ ബ്രെയിനിന് വേണ്ടി വരും, അപ്പോൾ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബയോറിയാക്ടർ ഡിസൈൻസ് ഓഫർ ഇംപ്രൂവ്ഡ് ഓക്സിജൻ സപ്ലൈ ഫോർ എഫിഷ്യൻറ്റ് വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ്? ഓക്കെ, അതായത് നമ്മുടെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടല്ലോ, വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ്, അതിൽ ഏത് ബയോറിയാക്ടർ ഡിസൈനാണ് ഇംപ്രൂവ്ഡ് ഓക്സിജൻ സപ്ലൈ? ഓക്കെ, നമുക്ക് ഏറ്റവും കൂടുതൽ ഇംപ്രൂവ്ഡ് ഓക്സിജൻ സപ്ലൈ തരുന്നത്, അതിൻ്റെ ആൻസർ എന്താണ്? മെംബ്രെയിൻ ബയോറിയാക്ടറാണ്. ഓക്കെ, നമുക്ക് പറയാം മെംബ്രെയിൻ ബയോറിയാക്ടർ എന്ന് പറയുന്നത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ആകെ ഒരു പ്രശ്നമുള്ളത്, നമ്മളിവിടെ മെംബ്രെയിനാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ബയോഫൗളിങ്, മെംബ്രെയിൻ ബയോഫൗളിങ് എന്നുള്ള കാര്യവും അതുപോലെ തന്നെ ഹൈ കോസ്റ്റാണ്. ഓക്കെ, അത് മാത്രമാണ് ഇതിൻ്റെ ഒരു പ്രശ്നമുള്ളൂ. ഇംപ്രൂവ്ഡ് ഓക്സിജൻ സപ്ലൈ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെംബ്രെയിൻ ബയോറിയാക്ടർ നമുക്ക് അനേറോബിക് കണ്ടീഷനിലും എയറോബിക് കണ്ടീഷനിലും ഒക്കെ നമുക്ക് അതിനുള്ളതായിട്ടുള്ള സ്പെസിഫിക് ഡിസൈൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് കോസ്റ്റ് വളരെ കൂടുതലാണ്, പിന്നെ മെംബ്രെയിൻ ഫൗളിങ്. ഓക്കെ, ബാക്കി എല്ലാം കൊണ്ടും ഉത്തമമായ ഒരാളാണ് മെംബ്രെയിൻ ബയോറിയാക്ടർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് എംപ്ലോയിങ് മൈക്രോബിയൽ ബയോസെൻസേഴ്സ് ഫോർ എൻവയോൺമെൻറ്റൽ മോണിറ്ററിങ്? നമ്മൾ എന്താണ് മൈക്രോബിയൽ ബയോസെൻസർ എന്ന് പറയുന്നത്? ബയോസെൻസർ ഒരു വലിയ ഏരിയയാണ്, നമുക്ക് കുറേ പഠിക്കാനുണ്ട്. അതിൽ തന്നെ വരുന്ന ഒരാളാണ് നമ്മുടെ മൈക്രോബിയൽ ബയോസെൻസർ. മൈക്രോബിയൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ജനറ്റിക് എൻജിനീയറിംഗ് ടെക്നോളജിയൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ മൈക്രോബിനെ ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കുവാണ്. അതായത് ഒരു പൊള്യൂട്ടഡ് ആയിട്ടുള്ള ഒരു വാട്ടർ ബോഡി, ഓക്കെ, ഒരു അക്വാറ്റിക് എൻവയോൺമെൻറ്റിൽ നമുക്കൊരു പർട്ടിക്കുലർ പൊള്യൂട്ടൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണോ അല്ലയോ എന്നറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഒരു ബാക്ടീരിയയുടെ നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്രീൻ ഫ്ലോറസെൻ്റ് പ്രോട്ടീനൊക്കെ അതിൽ നമ്മൾ കൊടുക്കും. ഓക്കെ, അതായത് അവർ വളരുന്ന ആ ഒരു ഇപ്പോൾ പോണ്ടിലോ അല്ലെങ്കിൽ സ്ട്രീമിലോ എവിടെ ആയിക്കോട്ടെ, അവിടെ നമുക്കിപ്പോൾ പറയാം, ഇപ്പോൾ ആർസനിക്ക് ഉണ്ടോ ഇല്ലയോ. അപ്പോൾ ആർസനിക്ക് അവിടെ പൊള്യൂട്ടൻ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ എന്താകും? ഈ ബാക്ടീരിയയിൽ നമ്മൾ ഒരു ഗ്രീൻ ഫ്ലോറസെൻ്റ് പ്രോട്ടീനൊക്കെ ഉണ്ട്, കുറച്ച് ജീൻ പ്രോഡക്റ്റ് ഒക്കെ ഉണ്ടാകും. ഓക്കെ, ഇതായിട്ട് അവർ റിയാക്ട് ചെയ്തിട്ട്, അതായത് ആ ഒരു ആർസനിക് ഉണ്ടെങ്കിൽ ഈ ഒരു ബാക്ടീരിയ റെസ്പോണ്ട് ചെയ്യാനുള്ള കുറച്ച് ജനറ്റിക് എൻജിനീയറിംഗിൽ നമ്മൾ അതിനെ കുറച്ച് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് പറ്റും? ഈ ബാക്ടീരിയ ഗ്ലോ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അവിടെ പൊള്യൂട്ടഡ് ആണ്, ആർസനിക് ഉണ്ട്. അങ്ങനെ നമുക്ക് ഓരോന്നിനെയും അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്? നമുക്ക് പറയാം ഹൈ സെൻസിറ്റിവിറ്റിയാണ്. ഓക്കെ, റിയൽ ടൈം മോണിറ്ററിങ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഏത് തരത്തിലുള്ള അനലൈറ്റും ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ പൊള്യൂട്ടൻ്റ് പല രീതിയിലുള്ള. ഓക്കെ, ഇത് അതുപോലെ തന്നെ നമുക്ക് പൊല്യൂഷൻ അല്ലാതെ മെഡിക്കൽ ഫീൽഡിൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, മൈക്രോബിയൽ ബയോസെൻസർ. അപ്പോൾ ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം.
കീമോലിത്തോട്രോഫിക് അസിഡോഫിലിക് ബാക്ടീരിയം. ഓക്കെ, ഏതാണ്? തയോബാസിലസ് ഫെറോ ഓക്സിഡൻസ് ഈസ് യൂസ്ഡ് ഇൻ ബയോമൈനിങ് ഡ്യൂ ടു ഇറ്റ് എബിലിറ്റി ടു ഓക്സിഡൈസ്. ആര് ഓക്സിഡൈസ് ചെയ്യാനുള്ള എബിലിറ്റി ആണ് തയോബാസിലസ് ഫെറോ ഓക്സിഡൻസിന് ഉള്ളത്? ഓക്കെ, അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു. ഓക്കെ, ഓക്സിഡൈസ് ചെയ്യാനുള്ള, ആരെയോ ഓക്സിഡൈസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. 2, എന്തുകൊണ്ട് ആ ഒരു കഴിവുള്ളത് കൊണ്ട് നമ്മൾ ബയോ മൈനിങ്ങിന് യൂസ് ചെയ്യുന്നു? ഓക്കെ, ഇവിടെ ആൻസർ വരുന്നത് സൾഫറാണ്. കാരണം നമ്മുടെ കീമോലിത്തോട്രോഫിക് ആയിട്ടുള്ള ആരാണ്? അസിഡി തയോബാസിലസ്, അല്ലെങ്കിൽ നമുക്ക് തയോബാസിലസ് ഫെറോ ഓക്സിഡൻസ് എന്ന് പറയാം. ഓക്കെ, നമ്മൾ ഈ ഒരു തയോബാസിലസിനെ യൂസ് ചെയ്യുന്നുണ്ട്. എവിടെ യൂസ് ചെയ്യുന്നുണ്ട്? ബയോ മൈനിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇതിന് സൾഫറിനെ ഓക്സിഡൈസ് ചെയ്ത് H2SO4 ആക്കി അവിടുത്തെ pH ഒരു 2 to 3 ഒരു ലെവലാകും. ഓക്കെ, അപ്പോൾ അവിടെ ബയോ മൈനിങ് നടക്കും. പക്ഷേ ഈ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്ത് കളഞ്ഞായിരുന്നു. കാരണം ഇപ്പോൾ PSC ഒരു ആൻസർ പറഞ്ഞാലും ചില സമയങ്ങളിൽ ക്വസ്റ്റ്യൻ ക്യാൻസലിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നടന്ന അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റിന് ഒരു 8 ക്വസ്റ്റ്യനോ 9 ക്വസ്റ്റ്യനോ എങ്ങാണ്ട് ക്യാൻസലായി പോയിട്ടുണ്ട്. ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഇത് ക്യാൻസലാകാനുള്ള കാരണം? ആൻസർ സൾഫർ തന്നെയാണ്. പക്ഷേ ചില കുട്ടികൾ അയൺ ആൻസർ എഴുതി. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അത് ക്യാൻസൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ചിലപ്പോൾ നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും നല്ല ക്വസ്റ്റ്യൻ ആണെങ്കിലും നല്ല ആൻസർ ആണെങ്കിലും ഇങ്ങനെ ക്വസ്റ്റ്യൻ ക്യാൻസലിങ് എന്നുള്ള ഒരു പരിപാടി ഉള്ളത് കൊണ്ട് കുറച്ച് മാർക്ക് നമ്മുടെ പോകും. അപ്പോൾ അതും കൂടി നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ അയൺ അല്ലേ, നമ്മുടെ തയോബാസിലസ് ഫെറോ ഓക്സിഡൻസിന് അയണിനെയും ഓക്സിഡൈസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഇത് രണ്ടും ഒന്നിച്ചാണ് നടക്കുന്നത്. ഓക്കെ, അതായത് ഇവർ ഫെറസ് അയണെ എന്താക്കും? ഫെറിക്കാക്കും. ഓക്കെ, ഓക്സിഡൈസ് ചെയ്ത്. ഓക്കെ, ഇപ്പോൾ ആദ്യം കുറച്ചൊക്കെ ഇങ്ങനെ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടായി കഴിഞ്ഞ ശേഷം പിന്നെ നമ്മുടെ അയൺ ഓക്സിഡൈസേഷനും കൊണ്ട് നടക്കണം pH അവിടെ കുറയാനായിട്ട്. അപ്പോൾ നമ്മുടെ പൈറൈറ്റിൻ്റെയൊക്കെ കേസാണെങ്കിൽ പൈറൈറ്റ്, ഓക്കെ, അതിൻ്റെ എന്താണത്? Fe2S ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തത്. പക്ഷേ ഇവിടെ എപ്പോഴും നമ്മൾ ഫോക്കസ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആൻസർ നമ്മൾ നോക്കുവാണെങ്കിൽ ഏതാണ് ആൻസർ പറഞ്ഞത്? സൾഫർ തന്നെ ആയിരുന്നു. ഓക്കെ, മനസ്സിലായോ? സൾഫർ ഓക്സിഡൈസ് ചെയ്യാനുള്ള എബിലിറ്റി നമ്മളെപ്പോഴും അങ്ങനെ നോക്കണം. ഓക്കെ, നമുക്ക് ചില ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് കൺഫ്യൂഷൻ വരും. എന്നാൽ ഏറ്റവും കറക്റ്റായിട്ടുള്ള ആൻസർ വേണം നോക്കാനായിട്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് മൈക്രോബിയൽ പ്രോസസ് ഇൻവോൾവ് ദ എൻസൈമാറ്റിക് കൺവേർഷൻ ഓഫ് പോളിക്ലോറിനേറ്റഡ് ബൈഫീനൈൽസ് ടു മോർ റെഡിലി ഡീഗ്രേഡബിൾ ഫോംസ്? ഇവിടുത്തെ ആൻസർ ഇവിടെ തന്നെയുണ്ട്. ഓക്കെ, ഏത് മൈക്രോബിയൽ പ്രോസസ്സാണ് അല്ലേ പറഞ്ഞേക്കുന്നത്? അതായത് ഇവിടെ നമ്മുടെ PCB അല്ലേ ഡീഗ്രേഡബിൾ ആയിട്ടുള്ള ഫോമിലേക്ക് കൺവേർട്ട് ആകാനുള്ളത്. എന്താണ് അവിടെ? ഡീക്ലോറിനേഷനാണ് ആൻസർ. കാരണം PCB എന്ന് പറയുന്നത് ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള ആളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് നടക്കുന്നത് എന്താണ്? റിഡക്റ്റീവ് ഹാലോജനേഷനാണ്. റിഡക്റ്റീവ് ഹാലോജനേഷൻ അതായത് എന്താണ്? റിമൂവൽ ഓഫ് ഹാലോജൻ ഗ്രൂപ്പ്. ഓക്കെ, അതായത് റിമൂവൽ ഓഫ് ഹാലോജൻ. ഇവിടെ ആരെയാണ് റിമൂവ് ചെയ്യുന്നത്? റിമൂവൽ ഓഫ് ക്ലോറിൻ. ഓക്കെ, അതുകൊണ്ട് ആൻസർ എന്താണ്? ഡീക്ലോറിനേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ നോക്കിയ മെംബ്രെയിൻ ബയോറിയാക്ടറിൻ്റെയൊക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നത്. വാട്ട് ഈസ് ദ മേജർ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് എ മെംബ്രെയിൻ ബയോറിയാക്ടർ ഇൻ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്? അപ്പം തന്നെ നമ്മൾ ചിലപ്പോൾ ആൻസർ എഴുതി പോകും. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ട് അല്ലേ? ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. രണ്ടാമത്തെ എന്താണ്? കമ്പയർഡ് ടു കൺവെൻഷണൽ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ്. നമ്മളെപ്പോഴും ആ രീതിയിലും കൂടെ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് 2 ആൻസർ വരുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് മേജർ അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹയർ എഫ്ലുവൻറ്റ് ക്വാളിറ്റിയും അതുപോലെ തന്നെ സ്മോളർ ഫുട് പ്രിൻറ്റും വരുന്നുണ്ട് ആൻസർ. ഓക്കെ, ഇനി കമ്പയർഡ് ടു കൺവെൻഷണൽ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഏതെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ല ആൻസർ എഴുതണമല്ലോ. അപ്പോൾ എന്താണ് ആൻസർ വരുന്നത്? സ്മോളർ ഫുട് പ്രിൻറ്റ്. നമുക്ക് കുറച്ച്
കുറച്ച് സ്ഥലം മതി, നമുക്ക് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ കുറച്ച് സ്ഥലം മതി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് സ്പേസ് ആയതുകൊണ്ട് തന്നെ അതിലുള്ള ബാക്കിയുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ഹൈ കോസ്റ്റ് മാത്രമാണ് ഇതിൻ്റെ ഒരു പ്രശ്നമുള്ളത്. അതുപോലെ തന്നെ മെംബ്രെയിൻ ബയോഫൗളിങ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിലും എഫ്ലുവൻറ്റ് ക്വാളിറ്റിയൊക്കെ കൂടുതലൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ 2 ആൻസർ വരുന്നുണ്ട്. സ്മോളർ ഫുട് പ്രിൻറ്റും ഹയർ എഫ്ലുവൻറ്റ് ക്വാളിറ്റിയും വരുന്നുണ്ട്. എന്നാലും അതിൽ നമുക്കിവിടെ ഏറ്റവും നല്ല ആൻസർ എന്താണ്? സ്മോളർ ഫുട് പ്രിൻറ്റ്. ഓക്കെ, ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ് ആണെങ്കിൽ ഒരു ഹയർ ഫുട് പ്രിൻറ്റ്, കുറച്ചധികം സ്ഥലമൊക്കെ വേണ്ടി വരും. മനസ്സിലായല്ലോ? നമ്മളെപ്പോഴും ക്വസ്റ്റ്യൻ നന്നായിട്ട് അനലൈസ് ചെയ്തിട്ട് ആൻസർ ചെയ്തണം, ഇല്ലെങ്കിൽ ചാടി കയറി ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് പോകും. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അമെൻസാലിസം ഇൻ മൈക്രോബിയൽ ഇൻട്രാക്ഷൻ? അമെൻസാലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുക. ഒരു മൈക്രോബ് കുറച്ച് കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്, അടുത്ത ആളെ ഇൻഹിബിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ പ്ലാന്റ്സും അങ്ങനെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ പ്രൊവൈഡിങ് ഫിക്സ്ഡ് നൈട്രജൻ ടു പ്ലാന്റ്. അല്ല. ബയോഫിലിം ഫോർമേഷൻ അല്ല. അടുത്തത് എന്താണ്? ആൻറ്റിബയോട്ടിക് പ്രൊഡക്ഷൻ ബൈ ബാക്ടീരിയ ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് അതർ ബാക്ടീരിയ. അത് ഒരു തരത്തിലുള്ള അമെൻസാലിസമാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ കൊങ്ങിണിപ്പൂവില്ലേ, നമ്മുടെ ലാന്താന, നല്ല ഭംഗിയുള്ള കൊങ്ങിണിപ്പൂവ്, അതൊക്കെ ഒരു തരത്തിൽ അമെൻസാലിസം, അതായത് കുറച്ച് കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് മണ്ണിലേക്ക്. അതുകൊണ്ട് ആ ഒരു ഏരിയയിൽ ഇപ്പോൾ നമ്മുടെ കൊങ്ങിണിപ്പൂവൊക്കെ തഴച്ച് വളരുന്ന ഏരിയ, ഇപ്പോൾ നിങ്ങൾ മൂന്നാറൊക്കെ പോവുകയാണെങ്കിൽ ചില കുന്നുകൾ അല്ലെങ്കിൽ ആ ഒരു ഹില്ലി ഏരിയ ഫുള്ളും ഈ കൊങ്ങിണിപ്പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കണ കാണാം. കാരണം അവർ വേറെ ആരെയും വളരാൻ സമ്മതിക്കില്ല. അപ്പോൾ ഇവിടെ നമുക്ക് അമെൻസാലിസം ഇൻ മൈക്രോബിയൽ ഇൻട്രാക്ഷനിലാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? ആൻറ്റിബയോട്ടിക് പ്രൊഡക്ഷൻ ബൈ ബാക്ടീരിയ ഇൻഹിബിറ്റിംഗ് ദ ഗ്രോത്ത് ഓഫ് അതർ ബാക്ടീരിയ. ഒരാൾ കുറച്ച് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്, അടുത്ത ആളെ അങ്ങ് ഇൻഹിബിറ്റ് ചെയ്യുക ഗ്രോത്ത്. ഓക്കെ, അപ്പോൾ ആൻസർ സി ആണ് വരുന്നത്. മനസ്സിലായല്ലോ? ഇനി, വിച്ച് അമോങ് ദ ഫോളോയിങ് ഈസ് എ സൾഫേറ്റ് റെഡ്യൂസിങ് ബാക്ടീരിയ? ഏതാണ്? ഇത് കൺഫ്യൂസിങ് ആയിട്ട് നമുക്ക് തോന്നും അല്ലേ, പക്ഷേ ഈസിയാണ്. എന്താണ്? ഓൾ ഓഫ് ദ എബോ. ഓക്കെ, എന്താണ്? ഫസ്റ്റ് വരുന്നത് തന്നെ നമ്മുടെ ഡീസൾഫോ വിബ്രിയോ. നമ്മുടെ ഡിസിമിലേറ്ററി സൾഫേറ്റ് റിഡക്ഷനിൽ വരുന്ന ആളാണ് ഡീസൾഫോ വിബ്രിയോ. അടുത്ത ആളാരാണ്? ഡീസൾഫോമോണാസ്. ഡീസൾഫോമോണാസും സൾഫേറ്റ് റെഡ്യൂസിങ് ബാക്ടീരിയ ആണ്. അതുപോലെ തന്നെ ഡീസൾഫോട്ടോ മാക്കുലം, അതുപോലെ തന്നെ ഡീസൾഫ്യൂരോമോണാസ്, ഇതൊക്കെ എന്താണ്? സൾഫേറ്റ് റെഡ്യൂസിങ് ബാക്ടീരിയ ആണ്. ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ എക്സാമ്പിൾ പഠിക്കാം. അപ്പോൾ ആൻസർ എന്താണ് വന്നേക്കുന്നത്? ഓൾ ഓഫ് ദ എബോ ആണ് ആൻസർ വന്നേക്കുന്നത്. ഓക്കെ, ഇതെല്ലാം സൾഫേറ്റ് റെഡ്യൂസിങ് ബാക്ടീരിയ ആണ്. ഓക്കെ, നമ്മൾ കുറേ സ്ഥലത്ത് ഇതൊക്കെ നമ്മൾ പഠിക്കും. ജിയോ കെമിക്കൽ സൈക്ലിങ്ങിൽ പഠിക്കും. അതുപോലെ തന്നെ പല ഏരിയയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, സൾഫേറ്റ് റെഡ്യൂസിങ് ബാക്ടീരിയ ഏതൊക്കെയാണ് നമുക്കതൊക്കെ പഠിക്കാം. ഡീസൾഫോ വിബ്രിയോ, ഡീസൾഫോട്ടോ മാക്കുലം, അതുപോലെ തന്നെ ഡീസൾഫോമോണാസ് ഒക്കെ എന്താണ്? സൾഫേറ്റ് റെഡ്യൂസിങ് ബാക്ടീരിയ ആണ്. ഇനി അടുത്തത്, വിച്ച് അമോങ് ദ ഫോളോയിങ് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ ഫംഗസ് ദാറ്റ് ഈസ് പ്രൈമർലി ട്രാൻസ്മിറ്റഡ് ത്രൂ ഇൻഹലേഷൻ ഓഫ് ഫംഗൽ സ്പോർട്സ് ഇൻ ദ എയർ? ഏതാണ് ആൻസർ? ലിസ്റ്റീരിയോസിസ് എന്ന് പറയുന്നത് ബാക്ടീരിയൽ ഡിസീസാണ്. എയർലിക്കിയോസിസ് എന്ന് പറയുന്നത് ബാക്ടീരിയൽ ഡിസീസാണ്. സ്ക്രേപ്പി എന്ന് പറയുന്നത് പ്രിയോൺ ഡിസീസാണ്. ഓക്കെ, പ്രിയോൺ. അപ്പോൾ ഇതിൽ ഫംഗൽ ഡിസീസ് ഏതാണ് വന്നേക്കുന്നത്? ഹിസ്റ്റോപ്ലാസ്മോസിസ് ആണ് വന്നേക്കുന്നത്. ഇറ്റ് ഈസ് പ്രൈമർലി ട്രാൻസ്മിറ്റഡ് ത്രൂ ഇൻഹലേഷൻ ഓഫ് ഫംഗൽ സ്പോർട്സ് ഇൻ ദ എയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെല്ലാം നന്നായിട്ട് പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെസ്റ്റ് ഈസ് യൂസ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് സ്പെസിഫിക് പാത്തോജൻസ് സച്ച് ആസ് സാൽമണല്ല ആൻഡ് ഷിജല്ല ഇൻ വാട്ടർ സാമ്പിൾസ്? അപ്പോൾ നമുക്ക് മെംബ്രെയിൻ ഫിൽറ്റർ ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അവരെ തിരിച്ചറിയാൻ പറ്റില്ല. ഓക്കെ, എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഹെറ്ററോട്രോഫിക് പ്ലേറ്റ് കൗണ്ട് എന്ന് പറഞ്ഞാലും നമുക്ക് എത്രത്തോളം ഉണ്ടെന്നല്ലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സെറോളജിക്കൽ ടെസ്റ്റ് നമുക്ക് പറ്റും. സാൽമണല്ലയുടെയൊക്കെ കേസിലാണെങ്കിൽ നമുക്ക് സെറോളജിക്കൽ ഐഡൻറ്റിഫിക്കേഷനൊക്കെ പറ്റും. പക്ഷേ ഇവിടെ നമുക്ക് PCR വന്നേക്കുന്നത് കൊണ്ട് നമുക്ക് PCR എഴുതാം ആൻസർ. ഓക്കെ, അല്ലെങ്കിൽ സീക്വൻസിങ് വന്നു കഴിഞ്ഞാൽ സീക്വൻസിങ് വരും. അപ്പോൾ അനുസരിച്ച് അല്ലേ, എന്താണ് ഓപ്ഷനിലനുസരിച്ച് അതനുസരിച്ച് നമുക്ക് എന്ത് എഴുതാം? ആൻസർ സെലക്ട് ചെയ്യാം. അതായത് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ജീൻ അനുസരിച്ച് അല്ലേ, നമുക്ക് പ്രൈമർ കൊടുത്ത് നമുക്കിപ്പോൾ ഷിജല്ല സ്പെസിഫിക്കും സാൽമണല്ല സ്പെസിഫിക്കൊക്കെ
പ്രൈമർ കൊടുത്തിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അല്ലേ നമുക്കൊരു മൾട്ടിപ്ലക്സ് PCR ചെയ്യാം ഇവരുടെ രണ്ടിൻ്റെയും വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ആംപ്ലിഫൈഡ് പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഓക്കെ ഷിജല്ല പോസിറ്റീവാണ്. അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു മോളിക്കുലാർ മാർക്കറൊക്കെ നമ്മൾ കൊടുത്ത് നമുക്ക് മോളിക്കുലാർ മാർക്കർ എന്ന് പറയുമ്പോൾ ഒരു 100 തൊട്ട് 1000 ബേസ് പെയർ ഉള്ള ആളുകളായിരിക്കും. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഷിജല്ലക്ക് കൊടുക്കുന്ന നമ്മളുണ്ടാകുന്ന ആ ഒരു ജീൻ പ്രൊഡക്റ്റിൻ്റെ സൈസ് നമുക്ക് ആ മാർക്കറായിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് ഉണ്ടോ ഇല്ലേന്ന് നമുക്ക് ലാസ്റ്റ് ഇലക്ട്രോഫോറസിസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ ജെൽ ഡോക്യുമെൻറ്റേഷനൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ബാൻഡ് കിട്ടിയോ ഇല്ലയെന്ന് അറിയാൻ പറ്റും. അങ്ങനെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ അത് നമുക്ക് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ്റെ ക്ലാസ്സിൽ അതൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ് വരുന്നത്? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഓക്കെ ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് സോയിൽ മൈക്രോ ഓർഗാനിസം ഈസ് ഫോൾസ്? ഏതാണ് തെറ്റ്? ഓക്കെ ഓൾ മേജർ മൈക്രോബിയൽ ടാക്സോണമിക് ഗ്രൂപ്പ് ക്യാൻ ബി ഫൗണ്ട് ഇൻ സോയിൽ. ഉണ്ട്, എല്ലാവരും തന്നെ ഉണ്ട്. They never affect or change the physical characteristics of their soil micro environment. അല്ല, അവർ നമ്മുടെ സോയിലിൻ്റെ ഡെവലപ്മെൻറ്റ് അവരുടെ സോയിൽ മൈക്രോ എൻവയോൺമെൻ്റ് ഒക്കെ കറക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവരൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ആര്? നമ്മുടെ മൈക്രോബ്സ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് എന്താണ് തെറ്റായിട്ടുള്ളതാണ് നമ്മളിങ്ങനെ വായിച്ചു കഴിഞ്ഞ ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഇത് തെറ്റാണോ ശരിയാണോ എന്നുള്ള കാര്യം തന്നെ നമ്മൾ മറന്നു. ഇവിടെ എന്തുകൊണ്ടാണ് ഇത് തെറ്റാകാൻ കാരണം? ദേ നെവർ അഫക്റ്റ് എന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ശരിക്കുള്ള സെൻറ്റൻസ് എന്താ ആവേണ്ടത്? ദേ അഫക്റ്റ് ഓർ ചേഞ്ച് ദ ദേ ചേഞ്ച് ദ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദെയർ സോയിൽ മൈക്രോ എൻവയോൺമെൻറ്റ്. ഓക്കെ ആ ഒരു സെൻറ്റൻസിനെ ഇവരിവിടെ നെഗറ്റീവ് സെൻറ്റൻസ് ആയി കൊടുത്തേക്കുന്നതുകൊണ്ട് ഇതൊരു ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി അടുത്തത് ദേ സെർവ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ആർ ഡീകമ്പോസേഴ്സ് ഇൻ ദ കാർബൺ ആൻഡ് നൈട്രജൻ സൈക്കിൾസ്. കറക്റ്റാണ്. ദ സ്പീഷീസ് ഓഫ് ദി ജീനസ് ക്ലോസ്ട്രീഡിയം ആർ ഇമ്പോർട്ടൻറ്റ് ഹ്യൂമൻ പാത്തോജൻസ് ഫൗണ്ട് ഇൻ സോയിൽ. അതും കറക്റ്റാണ്. അപ്പോൾ ഇവിടെ ആൻസർ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ബി. മനസ്സിലായല്ലോ? അപ്പോൾ സൈപ്രോയിൽ അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റിൻ്റെയും ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റിൻ്റെയും കോഴ്സുകൾ അവൈലബിൾ ആണ്. കോംബോ കോഴ്സുകളും സെപ്പറേറ്റഡ് ആയിട്ടുള്ള കോഴ്സസും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് 9048900024 കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ 9048900024. ഓക്കെ താങ്ക് യു. നേരത്തെ പഠിച്ചു തുടങ്ങാം കേട്ടോ.